ചേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപും പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ ട്രെൻഡിങ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വളരെ കാലമായിട്ട് ലോകം ആഗ്രഹിച്ചിരുന്ന ഒരു കൂടിക്കാഴ്ച അറ്റ് ലാസ്റ്റ് അത് നടന്നിരിക്കുകയാണ്. അലാസ്കയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. അലാസ്കയിലെ ആങ്കറേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് നടന്നത്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ചെയ്തിരുന്നു. ഈ അലാസ്ക റഷ്യയുടെ സ്ഥലമായിരുന്നു. 150 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഭരിച്ചിരുന്ന മണ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരി അവിടെ വെറും മഞ്ഞ് മലകൾ മാത്രമാണ്, ഞങ്ങൾക്ക് അവിടെ എത്താനൊക്കെ ബുദ്ധിമുട്ടാണ്, അവിടെ ഭയങ്കര നമുക്ക് പറ്റിയ ഒരു ടെറൈൻ അല്ല എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് പൈസയ്ക്ക് വിറ്റു. അമേരിക്ക അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ സ്വർണ്ണശേഖരവും എണ്ണശേഖരത്തിന്റെ ഒരു കൂമ്പാരം. ഇന്ന് അമേരിക്കയിലെ GDP ഇത്ര ശതമാനം സംഭാവന ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് അലാസ്ക മാറിയിരിക്കുകയാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു നമ്മുടെ അക്സായ് ചിന് അയ്യോ അത് വെറും തരിശു ഭൂമി, അവിടെ വെറും മല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ചൈനയ്ക്ക് എടുത്തു കൊടുത്ത പോലെയാണ് റഷ്യയിൽ അലാസ്കയുടെ കാര്യം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ച പാളിപ്പോയാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. 100% താരിഫ് ഇന്ത്യക്ക് ഏർപ്പെടുത്തും. കാരണം ഈ യുക്രൈൻ റഷ്യ യുദ്ധം ട്രംപ് ആദ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തിയാലും പണി വരുന്നത് മൊത്തം ഇന്ത്യക്കാണ്. കാരണം ഇന്ത്യയാണ് റഷ്യയുടെ നട്ടലായിട്ട് നിൽക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഇന്ത്യയാണ്. റഷ്യയെ സാമ്പത്തികമായിട്ട് പിടിച്ചു നിർത്തുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ മാക്സിമം സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡീപ് സ്റ്റേറ്റും CIAയും ട്രംപും അടക്കം ഇന്ത്യയെ ആക്രമിച്ചു തുടങ്ങിയ മാത്രമല്ല, പാകിസ്ഥാനുമായിട്ട് പെട്ടെന്ന് ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു നീക്കം സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഉടനെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി ചാടി ഇറങ്ങി ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഇന്ത്യ ഡെഡ് എക്കണോമിയാണ് എന്ന് പറയുന്നു. പെട്ടെന്ന് എവിടെ നിന്നില്ലാത്ത ഒരു വോട്ട് ചോരി വരുന്നു. രാജ്യത്തെ ജനങ്ങളെല്ലാം അകത്തു നിന്ന് ആഭ്യന്തര യുദ്ധത്തിനായി തെരുവിലേക്ക് ഇറങ്ങണമെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി അങ്ങനെ വലിയ മൂവ്മെന്റ് ഇവിടെ നടത്തുന്നു. നമ്മുടെ ഇത് അദ്ദേഹം ഉപേന്ദ്ര ദ്വിവേദി കരസേനാ മേധാവി, അദ്ദേഹം കരസേനാ മേധാവിയല്ല, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അദ്ദേഹം പറയുകയാണ് ഇത്തവണ നമ്മൾ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരു 2.5 വാർ ഫണ്ട് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 0.5 എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് കിടന്ന് കനന്തിരിവ് കാണിക്കുന്ന ആൾക്കാർക്കുള്ളതാണെന്ന് പറയുന്നു. എന്തായാലും ഈ കൂടിക്കാഴ്ചയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെയൊക്കെ ഒരു ഇതെങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഇന്ത്യ എന്ന് പറഞ്ഞൊരു പേരാണ് എല്ലായിടത്തും മുഴങ്ങുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ എന്ന്. കാരണം കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപിനെ കാണുന്നതിന് മുമ്പ് പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയെ പുകഴ്ത്തി പുടിൻ പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇപ്പോൾ നരേന്ദ്രമോദിക്കുള്ള ഒരു അതിഭീകരമായിട്ടുള്ള ഒരു എന്താ പറയുക സ്വാധീനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഗ്രേറ്റ് ആണ്. അദ്ദേഹത്തിന് ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ട്രംപിനെ സഹിക്കില്ല. ട്രംപ് ഉടനെ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു ഇത് എങ്ങാനും പാളിപ്പോയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് ട്രംപ് ഉടനെ ഒരു അടി അടിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോട്ടെ ട്രംപിന്റെ പിണിയാളായിട്ടുള്ള ഈ സെലൻസ്കി ഇന്ത്യയെക്കുറിച്ച് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഒരു വലിയ പ്രസ്താവന ഇറക്കിയിരുന്നു. അതെന്താ അറിയോ? യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ സംഭാവന നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ട്രംപ് അവിടെ നിന്ന് വിചാരിച്ചാണ് അപ്പൊ എനിക്ക് ഒരു വിലയില്ലേടെ എന്നായിരിക്കും ട്രംപ് വിചാരിച്ചത്. സെലൻസ്കി കൃത്യമായിട്ട് ഇന്ത്യയെ കുറിച്ചാണ്, അത് യുദ്ധം അവസാനിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ഇടപെടുവോ, എന്ത് സംഭവിക്കും എന്നുള്ളത്. അതായത് പ്രധാനമന്ത്രി മോദിയുമായി ഞാൻ തുറന്ന ഒരു സംഭാഷണം നടത്തി. ഈ അവസരത്തിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അഭിനന്ദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. സ്വാതന്ത്ര്യവും പരമാധികാരവും യഥാർത്ഥത്തിൽ സുരക്ഷിതമാകുന്നതിന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ സംഭാവന നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും അമേരിക്കയെ കുറിച്ച് പറയുന്നില്ല. എന്തായാലും പുടിൻ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ന്യൂക്ലിയർ വെപ്പൺ തയ്യാറാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ട്രംപ് അപ്പോ ഒട്ടും വിട്ടുകൊടുത്തില്ല. പുടിന്റെ തലയ്ക്ക് മുകളിലൂടെ സ്റ്റെൽത്ത് ബോംബറുകൾ പറത്തിയാണ് പുടിനെ വരവേറ്റത്. ഞങ്ങളും ചില്ലറക്കാരല്ല എന്ന് കാണിക്കാനായിട്ടുള്ള പുടിന്റെ ഒരു ശ്രമമായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും വെടിനിർത്തൽ കരാറൊന്നും ആയിട്ടില്ല. പക്ഷെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് അവസാനിച്ചതെന്ന് അറിയുന്നു. സംഭാഷണം പോസിറ്റീവും സൃഷ്ടിപരവുമായിരുന്നു എന്നാണ് പല ആൾക്കാരും എഴുതിയിരുന്നത്. പുടിൻ ക്രിയാത്മകമായിട്ടും പരസ്പര ബഹുമാനത്തോടെയുമാണ് ആ സദസ്സ് കൊണ്ടുപോയതെന്ന് പറയുന്നു. അടുത്ത കൂടിക്കാഴ്ച മോസ്കോയിൽ വെച്ച് നമുക്ക് നടത്തണം കേട്ടോ എന്ന് വളരെ ചിരിച്ചുകൊണ്ട് ഫണിയായിട്ട് പുടിൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നതിനെ കുറിച്ചുള്ള വിഷയം ട്രംപാണ് തുറന്നിട്ടത്. പക്ഷെ ഒരുപക്ഷെ യൂറോപ്പ് മറ്റു രാജ്യങ്ങളും ചേർന്ന് അമേരിക്കയ്ക്ക് യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടി നൽകാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇന്നലെ സംഭവിച്ചത്. ഈ ഒരു സാധനം ഇപ്പോ ഒരു പോസിറ്റീവ് നോട്ടാണ്. വേറൊരു ശുഭസൂചനമായിട്ടുള്ള ഒരു കാര്യം കേൾക്കുന്നത് 50% താരിഫ് ഇന്ത്യക്ക് മേലെ ഏർപ്പെടുത്തിയത് പുനഃപരിശോധിക്കുമെന്ന് കേൾക്കുന്നു. ഇത്രയും സാധനങ്ങളുണ്ട്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ട്രംപാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് വല്ലതും നടക്കൂ? ഇന്നലെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അനവധി രാഷ്ട്രത്തലവന്മാർ, വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാര് ആശംസകൾ അർപ്പിക്കാൻ. അതിനകത്ത് എനിക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നിയ
ഒരു സന്ദേശം കൂടെ എത്തിക്കുകയായിരുന്നു. അത് ആദ്യം നമ്മുടെ വ്ളാഡിമിർ പുടിൻ അദ്ദേഹം റഷ്യക്ക് ഒരു സന്ദേശം അയച്ചു. നിങ്ങളാണ് ലോകത്തെ മാറ്റിമറിക്കുന്നവര്, നിങ്ങൾ സ്ട്രോങ് ആണെന്നൊക്കെ ഇന്ത്യക്ക്. പറഞ്ഞ് നമ്മൾക്ക് ഇന്ത്യക്ക് ഒരു ആശംസാ സന്ദേശം അയച്ചു. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഉം. ഡേ ആയിരുന്നു. സെലൻസ്കി ഒരു ആശംസ അറിയിച്ചായിരുന്നു ഇന്നലെ. ഉം, ഉം, ഉം. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് എല്ലാ ആശംസകളും. നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിന്, അതായത് അദ്ദേഹം അതിനകത്ത് എടുത്തു പറയുന്ന കാര്യം, ഞാൻ 4 ദിവസം മുമ്പ് ശ്രീ നരേന്ദ്രമോദിയുമായി സംസാരിച്ച് ആ ഒരു ഈ ഒരു ഏരിയയിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു. അപ്പം ഞങ്ങളുടെ രാജ്യത്തിന് വികസനം ആവശ്യമാണ്, അതിനു വേണ്ടിയിട്ടുള്ള സഹായം നൽകുവാൻ, അതായത് അതിന് ഉം, ഓരോ മേഖലയും അവർ എടുത്തു പറയുന്നുണ്ട്. IT സെക്ടർ, ഉം, ഉം. മറ്റ് സെക്ടറൊക്കെ അവർ എടുത്തു പറയുന്നു. അതിന് ഇന്ത്യക്ക് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സെലൻസ്കി ആ ആശംസ അർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാളം മാധ്യമങ്ങളിലൊക്കെ റഷ്യയുടെ ആശംസ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സെലൻസ്കിയുടെ ആശംസ വന്നില്ല. ഞാനിതിനെ രണ്ടിനെ ഒരേ പ്രാധാന്യത്തോടെ കാണുന്നു. ഒന്ന്, ഉം. റഷ്യ സ്വാഭാവികമായും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവർ ആശംസിക്കും, സ്വാഭാവികം. പക്ഷെ സെലൻസ്കിയുടെ ആ ആശംസയും അതിൽ പറയുന്ന കാര്യങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ട്രംപ് അല്ല, ഇന്ത്യയിൽ തന്നെയാണ് അവർക്ക് കൂടുതൽ വിശ്വാസം എന്നുള്ളതാണ് ആ ആശംസ നമുക്ക് മനസ്സിലാകുന്നത്. സത്യത്തില് ഈ കൊട്ടിഘോഷിച്ചതുപോലൊന്നും ഒരു കുന്തവും നടന്നില്ല. വലിയ PR വർക്കുകളും ഒപ്പം തന്നെ ഹൈപ്പും ഒക്കെ ഈ ട്രംപിന്റെ യാത്രയ്ക്ക് നൽകിയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഇംഗ്ലീഷ് സിനിമയിലും ചില മലയാളം സിനിമകളിലൊക്കെ കാണുന്ന രണ്ട് ഡോണുകളുടെ മീറ്റിംഗ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം എക്സാക്ട്ലി. രണ്ട് സ്ഥലത്തും കൃത്യ എണ്ണത്തോടുള്ള സെക്യൂരിറ്റികള്, പിന്നെ ഇവരുടെ കൂടെയുള്ള മൂവ്മെന്റ്സുകള്, ഇവർ രണ്ടിടത്തു നിന്നുള്ള വരവുകള്, അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇംഗ്ലീഷ് മൂവി പോലെ. ഇപ്പൊ പുടിൻ നടന്നു വരുമ്പോൾ തന്നെ മുകളിൽ കൂടെ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഇങ്ങനെ പറക്കുന്നു, പുടിൻ മുകളോട്ട് ഉം. നോക്കുന്നു. പിന്നെ കാണുന്നത് അമേരിക്കയുടെ സൈന്യം മുട്ടുകുത്തി നിന്നുകൊണ്ട് റെഡ് കാർപ്പറ്റ് വിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ ഒരു അത്ഭുതത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ട്രംപ് പഴയ ട്രംപായിട്ടല്ല അവിടെ വന്നത്. കാരണം അനാവശ്യമായ വാചോടിയോ ഇല്ലെങ്കിൽ അഭ്യാസ പ്രകടനങ്ങളോ ഗോഷ്ഠിയോ ഒന്നും ഇല്ലായിരുന്നു അവിടെ. സാധാരണ ഉം. പുള്ളി ഈ ഗസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഈ കൈ പിടിച്ച് കുലുക്കുക, പൊട്ടുക, ഒരു ശരീരഭാഷ തന്നെ പുള്ളിയുടെ മാറും. അതുപോലെ വായിൽ ഉം. എന്താ വരുന്നതെന്നുള്ളത് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ട്രംപ് വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഒന്നും പറയാത്ത മൂന്നേ നേതാക്കളെ ലോകത്തുള്ളൂ. അതിലൊന്ന് പുടിൻ, രണ്ടൊന്ന് നരേന്ദ്രമോദി, മൂന്ന് ശ്രീ ഷീ ജിൻ പിങ് ആണ്. ബാക്കിയുള്ള നേതാക്കന്മാരെയൊക്കെ വേദിയിൽ തന്റെ തൊട്ടടുത്തിരുത്തിക്കൊണ്ട് ചീത്ത വിളിക്കാറുണ്ട്. പക്ഷെ ഉം. എന്നാലും പറഞ്ഞു കേട്ടോ, ഇവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയെ വിളിച്ചത് ധിക്കാരി, പുട്ടിനെ വിളിച്ചത് ഭ്രാന്തൻ, പിന്നെ ഷീ ജിൻ പിങ്ങിനെ വിളിച്ചത് കുറുക്കൻ. ഈ 3 പേര് പുള്ളി വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഉം. ഉം. വേദിയിലിരുത്തിയല്ല പുറത്ത്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിനെയൊക്കെ ആണെങ്കിൽ പുള്ളി വേദിയിലിരുത്തി തന്നെ പറയും. പിന്നെ യൂറോപ്പ് യൂണിയനിലെ എല്ലാ രാജ്യങ്ങളെയും തിരിച്ചു പറയുന്നവരുണ്ട്. ഫ്രാൻസിന്റെ മക്രോണൊക്കെയാണ് തിരിച്ചും പറയും. സെലൻസ്കി, അങ്ങനെ ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങളുള്ള അവന്മാരെയൊക്കെ വിളിച്ചിരുത്തിട്ട് ഇങ്ങനെ വെച്ചത്. പക്ഷെ ഉം. ഇതൊന്നും ഇന്നലെ അവിടെ കണ്ടില്ല. കാരണം ഇന്നലെ അവിടെ നടന്ന ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ലോകത്തിലെ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. കാരണം ഇതൊരു തൊട്ടാൽ പൊള്ളുന്നൊരു സ്ഥലത്തേക്കാണ് ഈ രണ്ടുപേരും വരുന്നത്. ഒന്ന്, ഉം. ഇവിടെ എന്തെങ്കിലും, കാരണം പുട്ടിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. പുള്ളി പഴയ അവരുടെ ചാരസംഘടനയുടെയൊക്കെ വലിയൊരു ഹൈ ഓഫീസർ കൂടിയായിരുന്നു റഷ്യയുടെ. അപ്പം അദ്ദേഹം എന്തിനേയും ഒരു സംശയത്തിൽ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് പുള്ളി. അപ്പൊ അവിടെ ഒരു ചെറിയ മൂവ്മെന്റ്, ഒരു ചെറിയ ചലനം ഉണ്ടായാൽ പോലും അതൊരു വലിയ യുദ്ധത്തിലേക്ക് തീരും. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഉം. വളരെ സൂക്ഷിച്ച്, ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഈ രണ്ട് ഡോൺമാർ തമ്മിൽ കൂടെ കാണത്തില്ല. അപ്പൊ അവരുടെ സംഘങ്ങളൊക്കെ ഇങ്ങനെ പുറകിൽ നിരന്ന് നിൽക്കും, ഇങ്ങനെ ഹാൻഡൊക്കെ പൊക്കിയിട്ട് പറയും തോക്കുകളുണ്ടോ എന്ന് പരിശോധിക്കാം. ഇത് അതേ മോഡൽ ഉം. തന്നെയാണ് നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് വരുന്നു. 3 മണിക്കൂർ ചർച്ച നടന്നു. അതിൽ ട്രംപ് തന്റെ ധാർഷ്ട്യമൊന്നും കാണിച്ചില്ല. ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ്. അതിനിടയിൽ നമ്മൾ കേട്ടൊരു കാര്യം, ട്രംപിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പഴയ കരാർ, അതായത് 1.5 മാസം മുമ്പ് പുടിൻ പിൻവലിച്ച ആ കരാർ വീണ്ടും കൊണ്ടുവരുമെന്നൊരു വാദമുണ്ട്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. പകരം ഉം. ഇതിനകത്ത് 4 പ്രവിശ്യകളാണ് പുടിൻ ആവശ്യപ്പെട്ടത്. അതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ട്രംപ് അതിൽ 2 കൊടുക്കാൻ തയ്യാറുമായിരുന്നു. ഈ ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. അതിന്റെ ഡീറ്റെയിൽസുകൾ ഒന്നും തന്നെ ഒരു മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസുകൾ ആരും തന്നെ പറഞ്ഞിട്ടുമില്ല. ഏതായാലും അതിനുശേഷം പുറത്തേക്ക് വരുന്ന ട്രംപ് വളരെ നല്ല കുട്ടിയായിട്ട്, ഞാൻ കരുതിയത് ഈ പുടിനെ കൂടെ അടുത്ത് നിർത്തിയിട്ട് പുള്ളിയുടെ ഒരു രീതി അനുസരിച്ച് അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു പണിയുണ്ട്. പക്ഷെ അത് പുടിൻ ആയതുകൊണ്ട് അത് പറയാനും കഴിയില്ല. കാരണം ഉം. ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുടിനെ ട്രംപിന് മറക്കാൻ കഴിയത്തില്ല. കാരണം പുടിന്റെ 2016 ട്രംപിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് സമയത്ത് പുടിനെ സഹായിച്ച ഒരു വ്യക്തിയാണ് ഈ റഷ്യൻ ചാരസംഘടനകളും ഈ പിന്നെ പുടിനും എന്നൊക്കെയാണ്. അപ്പൊ അത് ശരിയാണെന്ന് ബൈഡന്റെ കാലത്ത് അവർ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അന്ന് നമ്മുടെ ഹിലാരി ക്ലിന്റൺ ആയിരുന്നല്ലോ മത്സരിച്ചത്. അപ്പം ഈ ഇലക്ഷന്റെ തലേ ദിവസം റഷ്യൻ
ചാരസംഘടന ഏതാണ്ട് 20 ലക്ഷത്തോളം മെസ്സേജുകളും മെയിലുകളുമാണ് അമേരിക്കൻ വോട്ടേഴ്സിന് മുമ്പിലേക്ക് എത്തിച്ചത്, ഈ ഹിലാരി ക്ലിന്റനെ മോശപ്പെടുത്തിക്കൊണ്ടൊക്കെ. അത് ഉം, അങ്ങനെ ഒരുപാട് സഹായം, വലിയ രീതിയിൽ അന്നത്തെ ഇലക്ഷൻ ഫണ്ട് ഇറക്കിയതും പുടിനാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ റഷ്യയിലാണ് ഈ ട്രംപിന്റെ ഒട്ടുമിക്ക ബിസിനസ്സും, അവരുടെ സ്റ്റാർ ഹോട്ടൽ ആയാലും ഓയിൽ പൂൾസ് ഉം, ആയാലും എല്ലാം അവിടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പം എല്ലാവർക്കും, അമേരിക്കക്കാർക്ക് കുറച്ചധികം പേർക്ക് ഒരു സംശയമുണ്ട്, റഷ്യയുടെ ചാരനാണോ എന്നൊക്കെ ചിലപ്പോൾ സംശയം ചോദിക്കുന്നുണ്ട്. അപ്പം ഉം, പുടിന്റെ എല്ലാ കാര്യങ്ങളും ഇല്ല, ഏകദേശം നല്ലൊരു ഫ്രണ്ട് എന്ന് പറയാവുന്ന കക്ഷിയാണ് ട്രംപ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ട്രംപിന്റെ വായിൽ നിന്ന് വളരെ മോശം പദപ്രയോഗങ്ങളൊക്കെ പുടിന് നേരെ ഉണ്ടാകുമ്പോഴും പുടിനൊന്നും ഉം, മിണ്ടാതിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പുടിന് അറിയാം ട്രംപിന്റെ അസുഖം എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിപ്പം എന്താ പറയുക, നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളില്ല, അവരുടെ ഒരു ക്യാരക്ടർ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർ എന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടില്ല. നമുക്കറിയാം ഇതിപ്പോ കുറെ നേരം ചൂടാകും, അത് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് തണുക്കും, വലിയ കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ പറയുന്നതെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ. പക്ഷെ ഇന്നലത്തെ പോയ ചർച്ച പൊളിയും. നമ്മളിവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞു, ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ട്രംപ് പറയാൻ പോകുന്ന കാര്യം, ചർച്ചകൾ ഇനിയും തുടരും, അതേ പറയാൻ കഴിയും. കാരണം ചർച്ചകൾ ഇനിയും തുടരുമെന്നൊരു ഒറ്റ വാക്കേ പറയാൻ കഴിയും. അത് തന്നെയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഉം, തുടരുമെന്ന് പറഞ്ഞു. അപ്പോ ശ്രീ വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് നെക്സ്റ്റ് റഷ്യ മോസ്കോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇവിടെ ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. അത് ട്രംപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇപ്പൊ ഇത് എനിക്ക്, ട്രംപ് ഭയങ്കര ബുദ്ധിയുള്ളൊരു കളിയാണ് അവിടെ കളിച്ചത്. എനിക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഇത് സെലൻസ്കിയുടെ ഒരു പെർമിഷൻ ഇതിന് വേണം, നാറ്റോ രാജ്യങ്ങളുടെ ഒരു പെർമിഷൻ വേണം എന്നാണ് പറഞ്ഞത്. അതുണ്ടെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്താണ് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഇതിൽ ഇടപെട്ടു, ആജീവനാന്ത കാലം ഇടപെട്ടു, ഭയങ്കരമായ പ്രഷർ ചെലുത്തി ഇടപെട്ടു. പക്ഷെ മറ്റവന്മാർ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യം, ഇപ്പൊ ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ട്രംപ് നേരെ യൂ ടേൺ അടിക്കും. എന്നിട്ട് പറയും ഈ സെലൻസ്കി ഒറ്റൊരുത്തനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയും. ഇപ്പം ഈ ട്രംപ് മുമ്പോട്ട് വെക്കാൻ പോകുന്ന ഒരു ഉപാധി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു പുതിയ സർവേ പ്രകാരം, ഒപ്പീനിയൻ പോൾ പ്രകാരം ഉക്രൈനിൽ ഈ സെലൻസ്കിയുടെ ജനപ്രീതി കുറഞ്ഞു വരുന്നുണ്ട്. അവരുടെ കാലാവധിയും തീരാറായി സെലൻസ്കിയുടെ. ഇപ്പോൾ ഉടനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറയും ട്രംപ്. കാരണം തെരഞ്ഞെടുപ്പ് നടത്തി നീ പതുക്കെ ഇവിടെ വാങ്ങിക്കോ എന്ന് പറയാനായിരിക്കും ഒരു സാധ്യത. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ, സെലൻസ്കിയെ കൊണ്ട് നീ കുറെ സ്ഥലം വിട്ടുകൊടുക്കൂ എന്ന് പറയിക്കാൻ ഒരു ഇടവരുന്നത്. പക്ഷെ അതിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ നാറ്റോ രാജ്യങ്ങളോ സമ്മതിക്കില്ല. കാരണം അവർ ഉം, തുടക്കം മുതലേ ഈ ചർച്ച സംശയിച്ചിരുന്നതാണ്. ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് സെലൻസ്കി യൂറോപ്യൻ യൂണിയൻ നേതാക്കളെയും നാറ്റോ സഖ്യത്തിലെ നേതാക്കന്മാരെയൊക്കെ ഓൺലൈനിൽ ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നതുമാണ്. ഏതായാലും അവർ സമ്മതിച്ചിരുന്നെങ്കിൽ ഇത് പണ്ടേക്ക് തീർന്നേനെ. അവിടെയാണ് ഉം, ട്രംപ് അടുത്ത വെടി നേരത്തെ തന്നെ പൊട്ടിച്ചു വെച്ചത്, മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചിരുന്നത്. ഞാനുണ്ടായിരുന്നത് ഇത് നടക്കില്ല, സംഭവം ശരിയായിരുന്നു, പുള്ളി ഉണ്ടായിരുന്നത് ഇത് നടക്കില്ലായിരുന്നു. അന്ന് ഈ ബൈഡൻ ആയിരുന്നല്ലോ ഇതിന്റെ മുമ്പിൽ. ഞാനുണ്ടായിരുന്നത്, ഞാനല്ലല്ലോ ഇത് തുടങ്ങി വെച്ചത്, നിങ്ങളെല്ലാം കൂടെ അല്ലേ തുടങ്ങി വെച്ചത്, പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇത് കഷ്ടപ്പെട്ട് തീർക്കാമെന്ന് നോക്കുമ്പോൾ അതിനെ പാര വെക്കരുത് എന്നൊരു പ്രതീതി ജനിപ്പിക്കുകയാണ് ട്രംപ് ശരിക്കും ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ ഉം, ഇതിനകത്ത് ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് ഈ തുടങ്ങിയ രാജ്യങ്ങളാണ് ഉക്രൈൻ ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊരിക്കലും ഈ യുദ്ധം നിർത്താൻ സമ്മതിക്കത്തില്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉക്രൈൻ കൂടി നാറ്റോ സഖ്യത്തിലേക്ക് വന്നാൽ പോളണ്ടിന് പിന്നാലെ ഉക്രൈൻ കൂടി അവർക്ക് കിട്ടുകയും, കാരണം ഇപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്യാസും ഓയിലും വാങ്ങുന്ന റഷ്യയുടെ എന്നാണ്. അപ്പം അവിടെ ഇവർക്കൊരു എന്താണ് പറയുന്നത്, ഒരു നെഗോസിയേഷൻ കപ്പാസിറ്റി കിട്ടും. ഉക്രൈൻ ഉം, കൂടെ വന്നു കഴിഞ്ഞാൽ റഷ്യയുടെ നിങ്ങൾ എണ്ണയ്ക്ക് ഇച്ചിരി കുറച്ച് തരണം, ഗ്യാസിന് കുറച്ച്, അങ്ങനെ ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ കണ്ടെത്തുക എന്നുള്ളതാണ് അവർ ഉണ്ടാക്കുന്ന ഉം, ലക്ഷ്യം. മറ്റൊന്ന്, അവർ ത്രൂ ആയിട്ട് യുക്രൈനിലാണ് ഈ പോർട്ടായി കിടക്കുക, അവർ ത്രൂ ആയിട്ട് കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യും. പക്ഷെ ഇത് യു എസ് അംഗീകരിച്ച അത് അതിലും വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇന്നലത്തെ ചർച്ചയിൽ എനിക്ക് മുമ്പ് ശ്രീ പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ മൂല കാരണം എന്താണ്, ഉക്രൈൻ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഈ ഉം, യുദ്ധത്തിന്റെ മൂല കാരണം എന്താണ്, അതില്ലാതാക്കുക, അതില്ലാതായി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോ മൂല കാരണം എന്തായിരുന്നു? മൂല കാരണം ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ പോയതാണല്ലോ മൂല കാരണം. അപ്പം ഉം, പുടിൻ എന്താ പറഞ്ഞത്, മൂല കാരണം എന്താണോ അതില്ലാതാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്ന്. അങ്ങനെ സമ്മതിക്കുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ 2022 മുതൽ ഉള്ള കാലം മുഴുവൻ യുദ്ധം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഈ സാമ്പത്തികവും ആൾനാശവും ഒക്കെ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇത് അവിടെ നിന്ന് ഒരു ഡിസിഷൻ എടുത്ത് പോകാൻ പാടില്ലായിരുന്നു. അപ്പം ഇത് ട്രംപിന് നിരാകരിക്കേണ്ടതായി വരും. അതൊന്നും ട്രംപ് നിരാകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരില്ല. ഇനി സെലൻസ്കി സ്ഥലം വിട്ടുകൊടുത്തില്ലെങ്കിലും പ്രശ്നം തീരില്ല. സെലൻസ്കിനി വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാലും യൂറോപ്യൻ യൂണിയൻസ് അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ അത് സമ്മതിക്കില്ല. കാരണം അത് അവരുടെ അഭിമാനത്തിന്റെ കൂടി ഒരു പ്രശ്നമാണ്. അപ്പം അത് പറ്റില്ല. നിലവിൽ റഷ്യ ഒരു വലിയ ഭാഗം ക്യാപ്ചർ ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും റഷ്യ അവരുടെ ഒരു ഗ്രാമം പിടിച്ചെടുത്തു. നമ്മൾ ന്യൂസിന്റെ മലയാളത്തിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. അപ്പൊ അവര് ആ യുദ്ധം നിർത്തിയിട്ടില്ല, വെടിനിർത്തലില്ല, ഒന്നുമില്ല. പറയുന്നത് വീണ്ടും ചർച്ച തുടരും. ഇത് ആർക്കും പറയാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പം ഒരാളോട് പറയുമ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു പ്രശ്നം തീർക്കാൻ, അതിന്റെ ഒരു നമ്മൾ നമ്മുടെ ഡിമാൻഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു.
ഉം, ഉം. പിന്നെ ചർച്ച തുടർന്നാൽ മാത്രമേ അത് തീരൂ. പക്ഷെ അവിടെ ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ട്രംപ് ഇപ്പോൾ പുനഃപരിശോധിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ താരിഫ്. ഇന്ത്യക്ക് എങ്ങനെയാണ് 50% താരിഫ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുകൊണ്ട് അഡീഷണൽ ഒരു എന്താണ് അതിന് പറയുന്നത്, പിഴച്ചുങ്കം. പിഴ, അതെ അതെ. അതായത് റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങുന്നത് പിഴച്ചുങ്കം. ആ പിഴച്ചുങ്കമാണ് 25%. അങ്ങനെ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 25+25 കൂട്ടുമ്പോഴാണ് 50% വരും. അത് ഈ രണ്ടാമത്തെ ഈ പിഴച്ചുങ്കം നമുക്ക് ഏർപ്പെടുത്തുന്നത് ആഗസ്റ്റ് 27 മുതലാണ്. അതാണ് ഇപ്പോൾ മരവിപ്പിച്ച് നിർത്തുന്നത്. എന്നിട്ട് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുകയാണ്, 2-3 ആഴ്ചക്കുള്ളിൽ എല്ലാത്തിലും ഒരു തീരുമാനം എത്തും. അതായത് ഇവർക്ക് വീണ്ടും 25 കൊടുക്കണോ, 100 കൊടുക്കണോ, അതോ ഇനി താരിഫ് വേണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോൾ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അതായത് അതും ഒരു പെർമനന്റ് അല്ല, അദ്ദേഹം തീരുമാനിക്കുന്നതേ ഉള്ളൂ, ആലോചിക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു പുടിൻ പറഞ്ഞിട്ടുണ്ടാകും ഇത് ഞങ്ങൾ എണ്ണ മേടിക്കുന്നവരൊന്നും തൊടാൻ പറ്റില്ലെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും. ഏതായാലും അത് ഉം. 2-3 ആഴ്ചത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നു. മരവിപ്പിച്ചു എന്നല്ല, അതൊരു ഒരു സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിയുമ്പം ധനുഷ് നേരത്തെ സൂചിപ്പിച്ച് ശരിയാ, ട്രംപാണ് 3 ആഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ചില 3 ദിവസം പോലും വേണ്ട മലക്കം പറയാനായിട്ട്. അപ്പൊ നാളെ രാത്രി തന്നെ വിളിച്ച് പറയും ഞാൻ 100 അടിച്ചു കൊടുക്കും എന്ന് പറയും. പക്ഷെ ഏതായാലും ഇത് ഒരു സമാധാനത്തിലേക്ക് എത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനി അടുത്ത ഉം. എന്താണോ ഇതിൽ നടക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവിടുത്തെ കാരണം അത് എന്തെങ്കിലും തരത്തിലൊരു ശുഭസൂചകമായിരുന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, അവിടെ കിടന്ന് ഉം. തലകുത്തി മറിയുകയും അട്ടഹസിക്കുകയും കുറെ ഡയലോഗ് വിടുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇന്നലെ ഒരു പൂച്ച പോലെയാണ് അവിടെ നിന്നിട്ട് പോകുന്നത് കണ്ടത്. അപ്പൊ അതെ അതെ. കാര്യമായിട്ടൊരു പുരോഗതി ഒന്നും അതിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് എല്ലാ മാധ്യമങ്ങളും, ഞാൻ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവരത് പറയുന്നത് പുട്ടിന്റെ ഒരു വിജയമായിട്ടാണ് അവരത് പറയുന്നത്. കാരണം ഒന്ന്, അമേരിക്കയുടെ മണ്ണിലേക്ക് പുട്ടിനെ ആനയിച്ച് കൊണ്ടുവരാൻ പുട്ടിന് എത്താൻ പറ്റിയൊന്ന്, പുട്ടിനിലേക്ക് ശ്രദ്ധാകേന്ദ്രമായി മാറി. അതിനിടയിലാണ് ഇന്നലെ ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ ചെങ്കോട്ടയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി, GST-യുടെ ചില സ്ലാബുകളൊക്കെ എടുത്ത് കളയുന്നു എന്നൊരു പ്രഖ്യാപനങ്ങൾ നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സിന്റെ കാര്യങ്ങളുമൊക്കെ ചില ഇളവുകളൊക്കെ നൽകി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണി ചലിപ്പിക്കുക എന്നാണ് അദ്ദേഹം നോക്കുന്നത്. നമ്മുടെ സ്ലാബ്, GST-യുടെ സ്ലാബ് ഇപ്പോൾ 1-2 സ്ലാബ് എടുത്ത് കളഞ്ഞ് എനിക്ക് തോന്നുന്നു 28% GST കൊടുക്കേണ്ടത് എടുത്ത് അതിന്റെ കുറയ്ക്കുകയും 12% GST പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തു. അങ്ങനെ വരികയാണെങ്കിൽ വിപണി കുറച്ചുകൂടെ ചലിക്കും. കാരണം ഇപ്പോൾ ഇന്ത്യയുടെ വിപണി ചലിക്കാൻ വരുന്ന ഒരു സീസണാണ് വരുന്നത്. ഈ ഓഗസ്റ്റ് ഉം. മുതൽ ജനുവരി 15 വരെ നമ്മൾ ഇന്ത്യയിൽ ഉത്സവങ്ങളുടെ കാലമാണ്. നമ്മുടെ ഓണം, പൊങ്കൽ തമിഴ്നാട്ടിൽ തൊട്ട് ദസറ, അവിടുന്ന് നോർത്ത് ഇന്ത്യ പോയ നവരാത്രി, ദീപാവലി, അങ്ങനെ ഒരു മാലയ്ക്ക് തീ കൊളുത്തുന്നത് പോലെ ഉത്സവ സീസണാണ് ഇനി വരാൻ പോകുന്നത്. തുടങ്ങിക്കഴിഞ്ഞു. ഉം. ഇപ്പം നാളെ മുതലൊക്കെ എല്ലായിടവും ആഘോഷമാണ്. അപ്പൊ ഉത്സവ സീസണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി ചലിക്കേണ്ട സമയം. ആ സമയമായപ്പോഴേക്ക് അദ്ദേഹം GST കൂടി അങ്ങനെ എടുത്ത് കളയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു എന്താണ് ഒരു ചലനം വിപണിക്ക് ഉണ്ടാകും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ താരിഫ് യുദ്ധത്തെ കുറച്ച് മറികടക്കാൻ അതിനുകൊണ്ട് കഴിയും. കാരണം നമ്മുടെ സ്വന്തം വിപണി, നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ രാജ്യം ഒരു ആഭ്യന്തര വിപണിയാണ് സ്ട്രോങ്. ആ ആഭ്യന്തര വിപണിയിലേക്ക് ജനങ്ങൾക്ക് ഈ GST ഒക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സാധനം വാങ്ങുകയും വിപണി വലിയ രീതിയിൽ തന്നെ ചലിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമുക്ക് നേരിട്ടിരിക്കുന്ന തിരിച്ചടിയുടെ ആഘാതം ഒരു വലിയ പരിധി വരെ കുറയ്ക്കാൻ കഴിയും. കാരണം നമ്മുടെ ഉത്സവ സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല ഉത്സവ സീസൺ, ലോകത്തുള്ള എല്ലാ വൻകിട ബ്രാൻഡുകൾക്കും അത് ഉത്സവ സീസൺ തന്നെയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളൊരു ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുതിയ കാറുകൾ ലോഞ്ച് ചെയ്യുന്നത്. അത് ഫോറിൻ കമ്പനീസ്, ടൊയോട്ട ആയാലും അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കമ്പനീസ് ആയാലും ഒക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് ലോഞ്ച് ചെയ്യുന്നത്, എല്ലാവരും ലോഞ്ച് ചെയ്യുന്ന ഒരു സമയം ഈ ഉത്സവ സീസണാണ്. നമ്മുടെ കേരളത്തിൽ അത് ഉം. ഓണം ആണ് എന്ന് പറയാം, പൊങ്കൽ തമിഴ്നാട്ടിലേക്ക് പറയാം, ദസറ കർണാടകത്തിലേക്ക് പറയാം. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ആഘോഷം. നവരാത്രിയാണ് പിന്നെ നോർത്ത് ഇന്ത്യയുടെ ഒരു പ്രധാന ആഘോഷം, വെസ്റ്റ് ബംഗാളിലടക്കമുള്ളത്. അപ്പം അങ്ങനെ പോകുന്ന ഒരു വലിയ ഉത്സവ സീസണാണ്. അപ്പൊ അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ നരേന്ദ്രമോദി ഇന്നലെ അത് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, താൻ മുട്ടുകുത്താൻ പോകുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. അതായത് സ്വന്തം വിപണി ചലിപ്പിച്ചുകൊണ്ട്, അതായത് 140 കോടി പർച്ചേസിംഗ് പവറുള്ള ഒരു വലിയ ജനതയുടെ മുമ്പിലേക്ക് സ്വന്തം വിപണി, അവർക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ കടയിലൊക്കെ ചെന്നിട്ട് ഒരു സാധനം മേടിക്കുമ്പം കടക്കാരൻ പറയും, ചേട്ടാ ഇതിന് 10 രൂപയേ ഉള്ളൂ, പക്ഷെ ഇതിന് 18% GST ഉണ്ട്, അതാണ് ഈ റേറ്റ് കൂടിയെന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ടൊക്കെ ആഗ്രഹിക്കാറുണ്ട് GST ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ GST-യുടെ ഈ ഉത്സവ സീസൺ കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വിപണി ചലിക്കും. എനിക്ക് തോന്നുന്നു ഇത് അമേരിക്കയിലും മറ്റുമൊക്കെ ഈ കപ്പടാസ്, ക്ലോത്ത് കയറ്റി അയക്കുന്നവര്
അതുപോലെ തന്നെ തുകൽ ഉൽപ്പന്നങ്ങൾ, ചെരുപ്പും മറ്റുമൊക്കെ കയറ്റി അയക്കുന്നു, ജെംസ് ആൻഡ് ജ്വല്ലറി ഒക്കെ കയറ്റി അയക്കുന്നവർക്ക് വലിയൊരു ആശ്വാസം കൂടിയായിരിക്കും ഈ ഇതേപോലത്തെ ഈ GST-യുടെ സ്ലാബിൽ വരുത്തുന്ന വ്യത്യാസവും മറ്റുമൊക്കെ. കാരണം അവിടെ കുറച്ച് ഉൽപ്പന്നങ്ങളെങ്കിലും ഇവിടെ വിറ്റഴിക്കാൻ പറ്റും. കാരണം അമേരിക്കയിൽ കിട്ടുന്ന തുക ഇവിടെ കിട്ടിയില്ലെങ്കിൽ പോലും അവർക്കും അവരുടെ വിപണി ഡെഡായിരിക്കില്ല, ചലിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ധനുഷ് സൂചിപ്പിച്ച കണക്ക് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എവിടെ പോയി എന്നറിയില്ല. അതിന്റെ വലിയ അനക്കമൊന്നും കാണുന്നില്ല. അല്ല, അദ്ദേഹം മഴയത്ത് നിൽക്കുന്നുണ്ട്, പനി പിടിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഏതായാലും അത് നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മുടെ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാല് ധർമ്മശാല ഏതാണ്ടൊക്കെ പൂട്ടിക്കെട്ടിയ അവസ്ഥയാണ്. അതിന്റെ വാർത്തയും ഗ്യാസ് തീർന്നു. പ്രത്യേകിച്ച് വാർത്തയൊന്നും ഇല്ലാതിരുന്ന കാലം. ഇനിയിപ്പം ഉത്സവ സീസൺ ആരംഭിക്കുന്നു, ഇലക്ഷൻ കാലഘട്ടങ്ങൾ വരികയാണ്, 5 സ്റ്റേറ്റിൽ ഇലക്ഷൻ വരുന്നു. അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ പ്രഖ്യാപനം BJP ഇന്നോ നാളെ വരെ നടത്തും. അതിനിടയിൽ ഒരു വലിയ പ്രഖ്യാപനം വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ഉം. BJP-യുടെ ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അത് അതെ, ഒരുപാട് അതെ. നീണ്ടു പോയിട്ടുണ്ട്. JP നദ്ദ ഉപരാഷ്ട്രപതിയും ഇനി പ്രഖ്യാപിക്കും. ഉപരാഷ്ട്രപതി പ്രഖ്യാപിക്കും. അത് ഇനി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും JP നദ്ദ വരുമോ അതൊന്നും അറിയില്ല. ഏതായാലും അതാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് നാഷണൽ ലെവലുള്ള ഒരു ചർച്ച എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു 3 ദിവസം ഏതായാലും ഒരു സമാധാന അന്തരീക്ഷം, 3 ദിവസത്തേക്കെങ്കിലും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇനി എന്താണെന്നുള്ളത് കാത്തിരുന്നാണ്. കാരണം ഇപ്പം അവരെല്ലാവരെയും വിളിച്ച് ട്രംപ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ നാറ്റോയൊക്കെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. ഇനി അവിടെ റിപ്ലൈകൾ വരാൻ കിടക്കുന്നു. അതിനകത്തുള്ളവരാരും ചെറിയ കക്ഷികളല്ല. ഇപ്പം UK-യുടെ പ്രധാനമന്ത്രി ആയാലും മാക്രോൺ ആയാലും ഒന്നും ചെറിയ കക്ഷികൾ, ട്രംപിനേക്കാൾ വലിയ പുള്ളികളാണ് അവരൊക്കെ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഗസ സിറ്റിക്ക് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ ഒരുക്കങ്ങളുമുണ്ട്. ട്രംപിന്റെ ഒരു വാക്ക് കേട്ടാൽ അപ്പോൾ ഗസ സിറ്റി സ്ഥാപിക്കുമെന്ന് ഉം. നെതന്യാഹു പറയുന്നത്. അങ്ങനെ തൽക്കാലത്തേക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്, നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റത്തേക്ക് ഒരു ബ്രേക്ക് ഇല്ലേ എന്ന് പറഞ്ഞ കണക്ക് ഒരു 2 3 ദിവസം ഒരു ഷോർട്ട് ബ്രേക്കാണ്. ഒരു വലിയ സംഭവം നടക്കുന്നതിന് മുമ്പുള്ള ചെറിയ ബ്രേക്ക്.